എല്ലാവർക്കും നമസ്കാരം. ഫെബ്രുവരി 28 ഇസ്രായേലും അമേരിക്കയും സംയുക്തമായി ഇറാന് മേൽ ആക്രമണം അഴിച്ചുവിടുന്നത്. ഇറാൻ എന്ന് പറയുന്ന ഒരു രാഷ്ട്രം കഴിഞ്ഞ കുറേയധികം പതിറ്റാണ്ടുകളായി ഇസ്ലാമിക ഭരണകീഴിലാണ്. അവിടെ ജനാധിപത്യമില്ല, ഏകാധിപത്യ ഭരണമാണ്, മതരാഷ്ട്രവാദമാണ് അവർ മുന്നോട്ട് വയ്ക്കുന്നത്. അങ്ങനെ ഒരു ഘട്ടത്തിൽ ഇറാൻ അടിസ്ഥാനപരമായി ലോകരാഷ്ട്രങ്ങൾക്ക് തന്നെ ഭീഷണിയാകുന്ന തരത്തിൽ ആണവ സമ്പുഷ്ടീകരണം നടത്തുന്നു, അവർ ഏകാധിപത്യം നടത്തുന്നു, ജനാധിപത്യത്തെ വിലക്കുന്നു, വ്യക്തിസ്വാതന്ത്ര്യത്തിനെതിരെ കടന്നു കയറുന്നു. ഈ ഘട്ടത്തിൽ അമേരിക്കയും ഇസ്രായേലും സംയുക്തമായി ഇറാന് നേരെ ആക്രമണം അഴിച്ചുവിടുന്നു. ഒരു ഘട്ടത്തിൽ മാസങ്ങളോളം നീണ്ടു പോയേക്കാമെന്ന് വിചാരിക്കുന്ന ഇസ്രായേൽ ഇറാൻ യുദ്ധം അത് അവസാനിക്കാറായി എന്ന മട്ടിലാണ് കാര്യങ്ങൾ. കാരണം 2 ആഴ്ചക്കുള്ളിൽ മാത്രം ഇറാൻ നഷ്ടപ്പെട്ടത് എണ്ണിയാൽ ഒടുങ്ങാത്ത അവരുടെ പ്രധാനപ്പെട്ട നേതാക്കളെയാണ്. അത്രയധികം നാശനഷ്ടങ്ങൾ അവർക്ക് വന്നു കഴിഞ്ഞു. ഇത്രയേ ഉള്ളായിരുന്നോ ഇറാൻ ഇസ്രായേലിന് മുന്നിൽ എന്നൊരു ചോദ്യം ബാക്കിയാവുന്നുണ്ട്. 2023 ഒക്ടോബർ 7 ഇസ്രായേലിലേക്ക് ഇറാൻ അഴിച്ചുവിട്ട ഹമാസ് ഭീകരർ അന്ന് ഇസ്രായേലിലെ സാധാരണക്കാരായ ആളുകളെ കൊന്നു തള്ളിയ ഘട്ടത്തിൽ എന്തുകൊണ്ട് ഇസ്രായേൽ തിരിച്ചടിക്കുന്നില്ല, അല്ലെങ്കിൽ ഇറാന്റെ പ്രോക്സിയാണെന്ന് മനസ്സിലായതിനു ശേഷം ഇറാന് നേരെ ആക്രമിക്കുന്നില്ല എന്ന ചോദ്യം നാനാ ദിക്കുകളിൽ നിന്ന് വന്നിരുന്നു. ഇസ്രായേലിന് ഇതൊക്കെ സാധിക്കുമെന്ന് എല്ലാവർക്കും അറിയാമായിരുന്നുവെങ്കിലും പ്രധാനപ്പെട്ട നിരവധി ചർച്ചകളിലൂടെ ഈ പ്രോക്സി യുദ്ധം ഒന്ന് അവസാനിപ്പിക്കണമെന്ന് ഇറാനോട് ഇസ്രായേൽ പലതവണ ആവശ്യപ്പെട്ടതാണ്. പക്ഷെ അതിനെയൊക്കെ മുഖവിലയ്ക്ക് അടക്കാതെ പോയ അയത്തുള്ള അലി ഖമനേയി അടക്കമുള്ള പ്രധാനപ്പെട്ട നേതൃത്വ നിരയെ മുഴുവനും ഇസ്രായേൽ കൊന്നു തള്ളുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. 2 ആഴ്ചക്കുള്ളിൽ ഇറാന്റെ പ്രധാനപ്പെട്ട നേതാക്കളെ ഇസ്രായേൽ കൊന്നു തീർത്തു. ഇസ്രായേൽ സമ്പൂർണ്ണ ആധിപത്യമാണ് നമ്മളിപ്പോൾ പശ്ചിമേഷ്യയിൽ കാണുന്നത്. ഇറാന്റെ ഭരണകൂടം തകർന്ന് തരിപ്പണമാകുന്ന കാഴ്ചയാണ് ഇറാനിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പശ്ചിമേഷ്യൻ രാഷ്ട്രീയത്തിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പുറത്തുവരുന്ന വാർത്തകൾ അപ്രതീക്ഷിതമാണ്, ആ മേഖലയുടെ ഭാവിയെ മാറ്റിമറിക്കാൻ പോകുന്നതാണ്. ഇറാന്റെ സൈനിക രാഷ്ട്രീയ തലപ്പത്തുള്ള നേതാക്കളുടെ വധമാണ് നമ്മൾ കാണുന്നത്. സമാനതകളില്ലാത്ത പ്രതിസന്ധിയിലേക്കാണ് ഇറാൻ പോകുന്നത്. പരമോന്നത നേതാവായിരുന്ന അയത്തുള്ള അലി ഖമനയെ പോലെ അതീവ സുരക്ഷയുള്ള ഒരു നേതാവ്, തൊട്ടു പിന്നാലെ അലി ലാരിജാനി, ഷംഖാനി തുടങ്ങിയ നയതന്ത്ര പ്രതിരോധ വിദഗ്ധർ കൊല്ലപ്പെടുന്നത് ഇറാന്റെ ആഭ്യന്തര സുരക്ഷാ സംവിധാനങ്ങൾ എത്രത്തോളം ദുർബലമാണെന്ന തെളിവാണ് നമുക്ക് മുന്നിൽ തരുന്നത്. പതിറ്റാണ്ടുകളായി ഇസ്രായേലിനും പാശ്ചാത്യ ശക്തികൾക്കുമെതിരെ ഇറാൻ ഉയർത്തിപ്പിടിച്ചിരുന്ന പ്രധാന ആയുധമായിരുന്ന റെസിസ്റ്റൻസ് അല്ലെങ്കിൽ പ്രതിരോധ നിര. തങ്ങളെ തൊടാൻ പോലും ആരും ധൈര്യപ്പെടില്ലെന്ന ഇറാൻ ഭരണകൂടത്തിന്റെ അമിത ആത്മവിശ്വാസം ഇസ്രായേലിന്റെ പ്രിസിഷൻ സ്ട്രൈക്കുകൾക്ക് മുന്നിൽ പാടെ തകർന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ആധുനിക സാങ്കേതികവിദ്യ ഉപയോഗിച്ച് ശത്രുവിനെ കൃത്യമായി ഉന്നമിച്ച് ഇല്ലാതാക്കുന്ന ഇസ്രായേലിന്റെ സൈനിക മികവിന് മുന്നിൽ ഇറാന്റെ പരമ്പരാഗത യുദ്ധമുറകളൊക്കെ പരാജയപ്പെടുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. സൈനിക കമാൻഡർമാരും നയതന്ത്രജ്ഞരും ഇല്ലാതാകുന്നതോടെ ഇറാന്റെ തീരുമാനങ്ങൾ എടുക്കാനുള്ള ശേഷി, കമാൻഡ് ആൻഡ് കൺട്രോൾ അത് പൂർണ്ണമായും സ്തംഭിച്ച അവസ്ഥയിലാണ്. ശത്രുവിനെ പ്രതിരോധിക്കാനോ തിരിച്ചടിക്കാനോ കഴിയാത്ത വിധം ഇറാന്റെ സൈനിക സംവിധാനം ഇന്ന് സമ്മർദ്ദത്തിലാണ്. ഇത് മേഖലയിൽ ഇറാന്റെ സ്വാധീനം കുറയാനും ഇസ്രായേലിന്റെ ഏകപക്ഷീയമായ മേധാവിത്വം ഉറപ്പിക്കാനും കാരണമാകുന്നു. ഒപ്പം ഇറാന്റെ ആകാശവും ഇന്റലിജൻസും ഇസ്രായേലിന്റെ കയ്യിലായി. ഇറാന്റെ നിലവിലെ രാഷ്ട്രീയ സൈനിക സാഹചര്യം വിശകലനം ചെയ്യുമ്പോൾ രാജ്യം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി അതിന്റെ അധികാര കേന്ദ്രങ്ങളുടെ പെട്ടെന്നുള്ള തകർച്ചയാണ്. ഇറാന്റെ പരമോന്നത നേതാവായിരുന്ന അയത്തുള്ള അലി ഖമനയുടെ വധം നടന്നു. തൊട്ടു പിന്നാലെ അധികാരമേറ്റെടുത്ത മകൻ മജിദബ ഖമനയ്ക്ക് നേരെ ആക്രമണമുണ്ടായി. ഇറാന്റെ രാഷ്ട്രീയ ഭാവിയെ കടുത്ത അനിശ്ചിതത്വത്തിലാക്കി. ഒരു തിയോക്രാറ്റിക് ഭരണകൂടത്തിൽ പരമോന്നത നേതാവ് എന്നത് കേവലം ഒരു പദവിയല്ല, മറിച്ച് രാജ്യത്തെ എല്ലാ വിഭാഗങ്ങളെ ഒന്നിപ്പിച്ച് നിർത്തുന്ന കണ്ണിയാണ്. ഈ കണ്ണി പൂർണ്ണമായും മറക്കപ്പെട്ടതോടെ ഭരണകൂടത്തിനുള്ളിൽ ആരെ നയിക്കുമെന്നതിനെ ചൊല്ലി വലിയ ചർച്ചകൾക്കും തർക്കങ്ങൾക്കും ആശയക്കുഴപ്പങ്ങൾക്കും കാരണമായി. കൃത്യമായ ഒരു 2ാം നിര നേതൃത്വത്തെ വളർത്തിയെടുക്കുന്നതിൽ പരാജയപ്പെട്ട ഖമനയെ ഉള്ള നേതാക്കൾ തന്നെ വധിക്കപ്പെടുന്നതും ഇറാന്റെ ആഭ്യന്തര സുസ്ഥിരതയെ പൂർണ്ണമായും തകർക്കുന്നതുമാണ് നമ്മൾ കണ്ടത്. പ്രതിരോധ മന്ത്രി അസീസ് നസീർ സാദെ, ചീഫ് ഓഫ് സ്റ്റാഫ് അബ്ദുൾ റഹീം മുസാവി തുടങ്ങിയ അതിപ്രധാനമായ സൈനിക തലവന്മാരുടെ മരണം ഇറാന്റെ പ്രതിരോധ സംവിധാനത്തിന് തലച്ചോറിനെ തന്നെ ഇല്ലാതാക്കി. ഇതിനൊക്കെ പുറമെ വേറൊരാളെ ആർക്കും വേണ്ടാത്ത പോലെ നടക്കുന്ന ഒരാളുണ്ട്. അത് ഇറാന്റെ പാവ പ്രസിഡന്റായ മസൂദ് പെസഷ്കിയാനാണ്. സൈനിക മത നേതൃത്വങ്ങൾ എന്തു പറയുന്നോ അതിനു മുന്നിൽ തലയാട്ടുന്ന മസൂദ് പെസഷ്കിയാൻ മാത്രമാണ് ഭരണപരമായി ഇപ്പോൾ അവിടെയുള്ളത്. ഇദ്ദേഹം ആവട്ടെ പൂർണ്ണമായും ഒറ്റപ്പെടുന്ന കാഴ്ചയാണ് നാം കാണുന്നത്. ഇറാന്റെ ഭരണഘടനയനുസരിച്ച് സൈന്യത്തിന്മേലും വിദേശ നയത്തിന്മേലും പ്രസിഡന്റിനേക്കാൾ കൂടുതൽ അധികാരം പരമോന്നത നേതാവിനും സൈനിക കൗൺസിലിനുമൊക്കെയാണ്. ഈ ശക്തി കേന്ദ്രങ്ങൾ ഇല്ലാതാകുമ്പോൾ കേവലം ഒരു സിവിൽ ഭരണാധികാരിയായ പ്രസിഡന്റിന് സൈന്യത്തെ നിയന്ത്രിക്കാനോ രാജ്യത്തെ പ്രതിസന്ധിയിൽ നിന്ന് കരകയറ്റാനോ കഴിയില്ല. സൈന്യത്തിന്റെ പിന്തുണയില്ലാത്ത ഒരു ഭരണകൂടത്തിന് ജനവിശ്വാസം ആർജിക്കാനോ വിദേശ രാജ്യങ്ങളുമായി നയതന്ത്ര ചർച്ചകൾ നടത്താനോ സാധിക്കില്ല എന്നത് ഇറാൻ നേരിടുന്ന ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭരണഘടനാപരമായ പ്രതിസന്ധി കൂടിയാണ്. ഒപ്പം ഇറാൻ ദുർബലമാകുന്നതോടെ പശ്ചിമേഷ്യയിലെ മറ്റു പ്രോക്സി ഗ്രൂപ്പുകൾക്കും ഹിസ്ബുള്ള, ഹൂത്തികൾ, ഹമാസ് തുടങ്ങിയവയുടെ നട്ടെല്ലും നഷ്ടപ്പെടും. ഇറാന്റെ ഭീഷണി ഇല്ലാതാകുന്നതോടെ മേഖലയിൽ ഇസ്രായേലിന് വെല്ലുവിളികളില്ലാത്ത സാഹചര്യമാണ് സംജാതമാകുന്നത്. ഇത് അറബ് രാജ്യങ്ങളുമായുള്ള ഇസ്രായേലിന്റെ ബന്ധങ്ങളിൽ പുതിയ മാറ്റങ്ങൾക്ക് വഴിവെച്ചേക്കാം.
ഇറാൻ ഒഴികെയുള്ള ബാക്കിയുള്ള അറബ് രാഷ്ട്രങ്ങളുമായി പാശ്ചാത്യ മുന്നണി ഉണ്ടാക്കുന്നത് ഇസ്രായേലിന് സ്വീകാര്യമാണ്, മറ്റ് അറബ് രാഷ്ട്രങ്ങൾക്കും സ്വീകാര്യമാണ്. ഇറാനെ പോലൊരു രാഷ്ട്രം മാത്രമാണ് ഇതിനെ എതിർത്തുകൊണ്ടിരുന്നത്. ഇറാൻ ഇന്ന് അതിന്റെ ചരിത്രത്തിലെ ഏറ്റവും ഭയാനകമായ അസ്തിത്വ പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത്. എക്സിസ്റ്റൻഷ്യൽ ക്രൈസിസ് അതിന്റെ ഭീകരമായ അവസ്ഥയിലാണ്. കേവലം ഒരു യുദ്ധം എന്നതിലുപരി ഭരണകൂടത്തിന്റെ അടിത്തറ തന്നെ ഇളകിയ അവസ്ഥയാണിത്. ഇസ്രായേൽ തങ്ങളുടെ ചാർ ശൃംഖലയിലൂടെയും സൈനിക കരുത്തിലൂടെയും പശ്ചിമേഷ്യയിലെ പുതിയ അനിഷേധ്യ ശക്തിയായി സ്വയം പ്രഖ്യാപിച്ചു കഴിഞ്ഞു. എന്തായാലും ഇറാനെ സംബന്ധിച്ചിടത്തോളം ഷാ ഭരണകൂടത്തെ അട്ടിമറിച്ചുകൊണ്ടാണ് അവിടെ ഇസ്ലാമിക റെജീം വന്നത്. അതിനുശേഷം എത്രയോ പതിറ്റാണ്ടുകളായി ആ രാജ്യത്തെ അടക്കി ഭരിച്ചുകൊണ്ടിരുന്ന ഒരു മതനേതൃത്വം, സൈനിക നേതൃത്വം പൂർണ്ണമായും ഇല്ലാതാവുന്ന കാഴ്ച ഒരു ഘട്ടത്തിൽ നാളെ ഒരു പക്ഷേ നമ്മൾ രാവിലെ എണീക്കുമ്പോൾ കേൾക്കുന്നത് ഇറാന്റെ ഭരണകൂടം മാറി അവിടെ ഒരു ജനാധിപത്യ സർക്കാർ വരുന്നു എന്ന വാർത്തയായിരിക്കും. അങ്ങനെ വരട്ടെ. എന്തായാലും ഇറാനെ സംബന്ധിച്ചിടത്തോളം വിതച്ചതേ അവർ കൊയ്തിട്ടുള്ളൂ.